നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ചക്ക കൊണ്ടുള്ള പരീക്ഷണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ആരുടെ. അപ്പോൾ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് ഒരു വിഭവം കൂടി നമുക്ക് പരിചയപ്പെടാം. ചക്ക ബിസ്ക്കറ്റ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ചക്ക ബിസ്ക്കറ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ചക്ക പൾപ്പാണ്. പഴുത്ത ചക്ക മിക്സിയിലിട്ട് അടിച്ച് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് 1 കപ്പ്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് തേങ്ങയാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ ചേർത്താലും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക പൾപ്പ് കുറച്ച് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം 1/2 കപ്പ് ചക്ക പേസ്റ്റ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കാണ്ട്, അത് ഞാൻ മറന്നുപോയി. കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത്. ഇനി അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്ത് ചേർത്താലും മതി. തേങ്ങ ചിരണ്ടിയത് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് കൊത്തായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്താൽ നല്ലതായിരിക്കും. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. ഇനി അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് ചക്ക പേസ്റ്റും കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഈ ബിസ്ക്കറ്റിന് ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാകുള്ളൂ. ഞാൻ വേറെ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് അപ്പോൾ അല്പം കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിസ്ക്കറ്റായിട്ട് കിട്ടും. പക്ഷേ ഈ മാവ് കുറച്ച് ലൂസാണ്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടിയാവാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിലേക്ക് ഇത് വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ സ്ഥലവും ഒരുപോലെ തിക്നെസ്സിൽ നമുക്കിതുപോലെ ഒന്ന് പരത്തി വെക്കാം കൈ കൊണ്ട്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വക്ക് ഭാഗം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷേപ്പായിട്ട് കിട്ടും. ഈ രൂപത്തിൽ തന്നെ എടുക്കണമെന്നില്ല. കുറച്ച് മാവ് എടുത്ത് കൈയിട്ടൊന്ന് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് 1-2 കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാകും. ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി മാവ് സ്റ്റിക്കിയാണെന്നുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളമോ ഓയിലോ കയ്യിൽ പുരട്ടി കൊടുത്താൽ മതിയാവും. ഈ ഒരു ഷേപ്പിൽ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. കുറച്ചും കൂടെ എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. അപ്പം മുട്ടിക്കാതെ ഒന്ന് വിട്ടു വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചക്ക ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.